അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യക്കുള്ള മാങ്ങ അച്ചാറാണ്. അതിനായിട്ട് 3 മാങ്ങ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നേരം മാറ്റി വെക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ മാങ്ങയിലുള്ള വെള്ളമെല്ലാം ഇതേപോലെ ഊറി വരും. അത് മാങ്ങ സോഫ്റ്റ് ആവാനും അച്ചാറിന് നല്ല ടേസ്റ്റ് കിട്ടാനും സഹായിക്കുന്ന ഒരു കാര്യമാണിത്. ഇനി ഇതിലേക്കുള്ള പൊടികളായിട്ട് 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കായവും എടുത്തിട്ടുണ്ട്. അതേപോലെ 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുകും മുളകും കറിവേപ്പിലയും ചേർത്തിട്ട് അതൊന്ന് വറുത്തെടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ അളവ് മുളക് പൊടി കൂടി ചേർത്ത് പൊടിയുടെ പച്ചമണം മാറി വന്നു കഴിയുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. മാങ്ങ ഈ മുളക് പൊടിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉലുവയും അതേപോലെ തന്നെ കായവുമാണ്. രണ്ടും 1/4 ടീസ്പൂൺ അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിരിക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം ആറിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അച്ചാറിന് ചാറ് എങ്ങനെ വേണം എന്നുള്ളതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. അതുകൂടി ചേർത്തൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സദ്യക്കുള്ള മാങ്ങ അച്ചാർ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള അച്ചാർ റെഡി.